കുഞ്ഞുനാളിൽ കൈവിട്ട മോഹം സപ്തതി ആഘോഷിക്കുന്ന പ്രായത്തിൽ തിരിച്ചുപിടിച്ച് വേറിട്ട മാതൃകയാവുകയാണ് അരിമ്പൂർ സ്വദേശിനിയായ ആനിയമ്മ. വാർദ്ധക്യത്തിന്റെ ജരാനരകൾ ബാധിക്കുന്ന മനസ്സുമായി 70-ാം വയസ്സിൽ സൈക്കിൾ സവാരി അഭ്യസിച്ചാണ് ഈ വീട്ടമ്മ സ്വപ്ന സാഫല്യം സ്വന്തമാക്കിയത്. ജീവിതത്തിലെ തീവ്രമായ ആഗ്രഹങ്ങളും ജ്വലിക്കുന്ന സ്വപ്നങ്ങളും ആത്മാർത്ഥമാണെങ്കിൽ അവ യാഥാർത്ഥ്യമാക്കാൻ പ്രപഞ്ചശക്തികൾ പോലും കൂട്ടുനിൽക്കുമെന്ന് ആൽക്കെമിസ്റ്റ് എന്ന നോവലിൽ കുറിച്ച വിഖ്യാത സാഹിത്യകാരൻ പൗലോ കൊയ്ലോയുടെ വാക്കുകൾ ഈ വീട്ടമ്മയുടെ കാര്യത്തിൽ അന്വർത്ഥമാണ്. അതുകൊണ്ടാണ് ബാല്യത്തിൽ കൈവിട്ട ഒരു സ്വപ്നം ഇവർക്ക് 70-ാം വയസ്സിൽ തിരിച്ചുപിടിക്കാനായത്. അരിമ്പൂർ എറവ് കപ്പൽപ്പള്ളിക്ക് സമീപം താമസിക്കുന്ന തലക്കോട്ടുകര കുര്യന്റെ പത്നി ആനിയമ്മയുടെ ജീവിത സ്വപ്നം കഥകളേക്കാൾ കൗതുകം നിറഞ്ഞതാണ്. വീടിന്റെ ഒരു മൂലയിൽ ഒതുങ്ങിക്കഴിയേണ്ടതാണ് വാർദ്ധക്യമെന്ന ജീവിതാവസ്ഥ എന്ന പൊതുധാരണകളെ തിരുത്തിക്കുറിച്ചുകൊണ്ടാണ് ഇവർ സൈക്കിൾ സവാരിക്കായി ഹരിശ്രീ കുറിച്ചത്. ജീവിതാവസാനം വരെ പുതിയ പഠനങ്ങളും പാഠങ്ങളും ഉൾക്കൊള്ളാൻ തയ്യാറായ മനസ്സുമായി പേരക്കുട്ടിയുടെ കൊച്ചു സൈക്കിളിലാണ് ഇവർ സൈക്കിൾ പഠനം നടത്തിയത്. ഇവർക്കിത് വെറുമൊരു നേരമ്പോക്കല്ല. ഡോക്ടർമാരെ കണ്ടെങ്കിലും പരിഹാരമാകാത്ത മുട്ടുവേദനയ്ക്ക് ശമനം കണ്ടെത്താനായുള്ള എക്സർസൈസ് കൂടിയായി സൈക്കിൾ സവാരിയെ ഇവർ മാറ്റിത്തീർക്കുകയായിരുന്നു. കുറച്ചു കാലമായിട്ട് കാലുവേദന ഉള്ള കാരണം കൊണ്ട് പതുക്കനെ സൈക്കിളൊന്ന് തുഴഞ്ഞ് വന്നാൽ കാലിന് കുറച്ച് ആയാസം കിട്ടും, ഭേദം ഉണ്ടാവും എന്നുള്ള ഒരു ഉദ്ദേശപ്രകാരം അങ്ങനെ 2 ആഴ്ച കാലം അങ്ങനെ കാലുകൊണ്ട് തുഴഞ്ഞ് 2 കാലും തുഴഞ്ഞ് അങ്ങനെ പരിശീലിച്ച് തുടങ്ങി. പിന്നെ കയറി ചവിട്ടാന്നുള്ള ബാലൻസ് കിട്ടിയപ്പോൾ കയറി ചവിട്ടാന്നുള്ള തന്നെ അങ്ങനെ ഒരു ഉത്സാഹം ഉണ്ടായി. ചവിട്ടി തുടങ്ങി 2 ദിവസമായിട്ടുള്ളപ്പോൾ ചവിട്ടി തുടങ്ങിയിട്ട് നന്നായിട്ട് ഓടിക്കാൻ പറ്റുന്നുണ്ട്. ആനിയമ്മയുടെ ഈ സാഹസം വാർഡ് മെമ്പർ പോളാണ് TCVയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. ആദ്യം വൈമനസ്യം പ്രകടിപ്പിച്ചെങ്കിലും ഇത്തരമൊരു നല്ല മാതൃക മറ്റുള്ളവർക്ക് പ്രചോദനമാകുമെന്ന തിരിച്ചറിവ് കൈവന്നതോടെ ആനിയമ്മ തന്റെ ജീവിതാനുഭവങ്ങൾ പരസ്യപ്പെടുത്താൻ തയ്യാറാകുകയായിരുന്നു. കാഞ്ഞാണി സ്വദേശിയാണെങ്കിലും ഹിന്ദു പത്രത്തിലെ ജീവനക്കാരനായ ഭർത്താവ് കുര്യനോടൊപ്പം ഏറെക്കാലം മദ്രാസിലായിരുന്നു ആനിയമ്മ ചിലവഴിച്ചത്. 8 വർഷം മുമ്പാണ് ഇവർ തിരികെ നാട്ടിലെത്തിയത്. ഇതിനിടയിലാണ് കുഞ്ഞുനാളിൽ കൈവിട്ടുപോയ ആഗ്രഹം സഫലീകരിക്കണമെന്ന മോഹം മനസ്സിൽ മുളപ്പൊട്ടിയത്. അങ്ങനെ ഭർത്താവ് കുര്യന്റെ പിന്തുണയോടെ ആനിയമ്മ സൈക്കിളുമായി രംഗത്തെത്തുകയായിരുന്നു. സൈക്കിൾ സവാരിയിലൂടെ പുത്തൻ ആരോഗ്യശീലങ്ങളിലൂടെ വാർദ്ധക്യം ഒറ്റപ്പെടലിന്റെയും നരവീണ പ്രതീക്ഷകളുടെയും കാലമാണെന്ന സാമാന്യ ധാരണകളെ ചവിട്ടിത്തോൽപ്പിക്കുകയാണ് ഈ 70-കാരി. വയസ്സായവർ വീടിന്റെ ഇരുട്ടുവീണ കോണിൽ ഒതുങ്ങേണ്ടവരാണെന്ന ചിന്തയുടെ പൊള്ളത്തരങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് ഇവർ ചവിട്ടിക്കയറുന്നത് ജീവിത സായന്തനത്തിലെ ശുഭപ്രതീക്ഷകളുടെ വിശാലമായ ലോകത്തേക്കാണ്.